കൊച്ചി നടൻ റിയാസ് ഖാനെതിരെ ആരോപണവുമായി നടി രേവതി സമ്പത്ത്. സിദ്ദിഖിനെയും റിയാസിനെയും കൂടാതെ നിരവധി താരങ്ങൾ അശ്ലീലമായി പെരുമാറിയിട്ടുണ്ടെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു. റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച് വൃത്തികേട് പറയുകയാണ് ചെയ്തത്. തന്നോട് ചോദിക്കാതെയാണ് ഒരു ക്യാമറമാൻ അയാൾക്ക് നമ്പർ കൊടുത്തത്. വിളിച്ചപ്പോൾ ചോദിച്ചത് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടമോ എന്ന് ചോദിക്കുകയും വൃത്തികേട് തുടർച്ചയായി പറയുകയുമായിരുന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, താൻ 9 ദിവസം കൊച്ചിയിലുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞതായും രേവതി മാധ്യമങ്ങളോട് പറഞ്ഞു. നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് ചില ആളുകൾക്ക് വഴങ്ങാൻ പറഞ്ഞതായി നടി പറഞ്ഞു. നിരവധി തവണ പരാതി നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല. ഒപ്പമുണ്ടെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അതുകൊണ്ടൊരു ഗുണവുമില്ല. ഇവിടുത്തെ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ സീറോയാണെന്നും നടി പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് ഭയങ്കരമായിട്ട് വൈറലായി. അത് ആദ്യമായിട്ട് ഇട്ട ആളെ തിരഞ്ഞ് ഇദ്ദേഹം പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു. അത് ആദ്യമായിട്ട് ആരാണോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വൈറലാക്കിയത് ആ പുള്ളിക്കാരനെ കാണണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം എന്തായാലും ഇതും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. എന്തോ ഇത് ഫ്രണ്ട്സിനെയൊക്കെ ഒപ്പിച്ച് തരാമെന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവർക്കെതിരെ ഒരു ആരോപണം നമ്മൾ കാണുന്നത്, ഇവർ ഈ രേവതി സമ്പത്ത് കൂട്ടുകാരിയുടെ എന്തോ ഫോട്ടോസ് എടുത്ത് ആർക്കോ കൊടുത്തെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടായിരിക്കും ഇവർ എന്താ പറയുക വൃത്തികേട് പറയാൻ ധൈര്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ നടൻ എന്നുള്ള ഇതിൽ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് മയങ്ങി വീഴും എന്ന തരത്തിൽ കണ്ടിട്ടായിരിക്കും. ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരറിയുന്നൊരു ആൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യില്ല, ഒന്നും പറയില്ല, ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കും എന്നൊക്കെ ധരിച്ചിട്ടായിരിക്കും. പണ്ടൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു പോലീസുകാരി ഫോട്ടോ എടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഭയങ്കര ആരാധനയോടെ നമ്മുടെ താടി വെച്ച ഒരു സൂപ്പർ സ്റ്റാറായി വളർന്നതാണ്. പക്ഷേ പിന്നെ തുടരെ പൊട്ടപ്പടങ്ങൾ ചെയ്ത് ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ലാത്ത രീതിയിലേക്ക് അദ്ദേഹം പോയി. ചെറുപ്പക്കാരുടെ എല്ലാം ഭയങ്കര ഹീറോയായി വന്നതായിരുന്നു. താടിയൊക്കെ വെച്ച് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ പടങ്ങളിലൊന്നും എന്താ പറയുക വിജയിക്കുന്നില്ല. പുള്ളിയുടെ പടങ്ങളെല്ലാം പൊട്ടുകയാണ് ചെയ്തത്. പൊട്ടപ്പടങ്ങൾക്ക് കുറേ തല വെച്ച് കൊടുത്തു. ആ പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഒരു പോലീസുകാരി ഫോട്ടോ എടുക്കാനൊക്കെ നിന്നത് ഭയങ്കര ഒരു വിവാദമായിരുന്നു. അങ്ങനെയുള്ള ആരാധനകൾ പലരുടെയും ഉള്ളിലുണ്ട്. അത് വെച്ച് ഇവർ ചിലപ്പോൾ ചൂഷണം ചെയ്തേക്കാം. എല്ലായിടത്തും അത് നടക്കണമെന്നില്ല.